നമസ്കാരം സുഹൃത്തുക്കളെ, VFAക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള മലയാളം ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലനേഷനിലൂടെ തന്നെ എന്ത് ചെയ്യാം, മലയാളത്തിൽ 10 മാർക്ക് നേടാനുള്ളത് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാം കേട്ടോ. നോക്കാം. ശിഖരം എന്ന വാക്കിന്റെ സമാന പദം കണ്ടെത്തുക. 2026 ചോദ്യങ്ങളാണ്. ശിഖരം എന്ന വാക്കിന്റെ സമാന പദം ഏതെന്ന് ചോദിച്ചാൽ ജലകണമാണ് കേട്ടോ. ശിഖരം എന്താണ്? ജലകണം. ശിഖരം ജലകണം, തെറ്റിക്കാൻ പാടില്ല. ശിഖരം എന്ന് പറഞ്ഞാൽ എന്താണ്? ജലകണമാണ്. ശരശയ്യ എന്ന പദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരശയ്യ എന്ന പദം ഭീഷ്മരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശരശയ്യ ഭീഷ്മരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. താഴെ പറയുന്നതിൽ ശരിയായ രൂപം ഏതാണ്? ശരിയായ രൂപം ബി ആണ്, അനാച്ഛാദനമാണ്. ഏതാണ്? അനാച്ഛാദനം. ഏതാണ്? ബി ആണ് കേട്ടോ, അനാച്ഛാദനം. ഏതാണ്? നമ്മൾ അച്ഛൻ എന്ന് എഴുതില്ലേ, അച്ഛൻ എങ്ങനെ എഴുതുക? അച്ഛൻ അല്ലെ, എങ്ങനെയല്ല അച്ഛൻ എഴുതുക? ആ ഛായാണ് അനാച്ഛാദനം ട്ടോ, അനാച്ഛാദനം. അടുത്തത്, കടലാഴം എഴുതുമ്പോൾ എന്ന പഠന ഗ്രന്ഥം ഏത് നോവലിനെ ആസ്പദമാക്കിയാണ്? കടലാഴം എഴുതുമ്പോൾ എന്ന പഠന ഗ്രന്ഥം ഏത് നോവലിനെ ആസ്പദമാക്കിയാണ്? പുള്ളിയൻ ആണ്. പുള്ളിയൻ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ്. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ധനാശി പാടുക, അവസാനിപ്പിക്കുക. ധനാശി പാടുക, അവസാനിപ്പിക്കുക. സ്വാശ്രയം എന്നതിന്റെ വിപരീത പദം പരാശ്രയമാണ്. സ്വാശ്രയം, പരാശ്രയം. നെക്സ്റ്റ് വൺ, ആഗ്നേയം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത്. ആഗ്നേയം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത് എന്താണ്? അഗ്നിയെ സംബന്ധിച്ചതാണ് ആഗ്നേയം. വിണ്ടലം എന്ന പദം പിരിച്ചെഴുതിയാൽ വിൺ അധികം തലമാണ് വിണ്ടലം. വിൺ അധികം തലം ആണ് വിണ്ടലം. ശ്വേനം, ശശാദനം എന്നിവ ഏതിന്റെ പര്യായങ്ങളാണ്? ശ്വേനം, ശശാദനം. ഏതാണ്? ശ്വേനം, ശശാദനം പരുന്താണ് കേട്ടോ. ശ്വേനം, ശശാദനം എന്നിവ ഏതിന്റെ പര്യായങ്ങളാണ്? പരുന്തിന് നമുക്ക് എന്തൊക്കെ പറയാം? ശ്വേനം എന്നും പറയാം, ശശാദനം എന്നും പറയാം. മകളുടെ മകൻ, ഒറ്റപ്പദം കണ്ടെത്തുക. മകളുടെ മകൻ ദൗഹിത്രനാണ്. ആരാണ്? മകളുടെ മകൻ. ഇപ്പൊ നിങ്ങൾ ഫാമിലി ഒക്കെ ആയിട്ട് അത് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങളൊരു മകളാണ്, നിങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് വെക്കാം. നിങ്ങൾ ഇപ്പൊ ഒരു ക്ലാസ് കാണാൻ നിങ്ങൾ ഒരാള് കല്യാണം കഴിഞ്ഞ് വേറെ പോയതാണ്. അപ്പൊ നിങ്ങളുടെ മകനെ എന്ത് പറയും? എന്താ പറയാ? ദൗഹിത്രൻ എന്നാണ് പറയാ മകളുടെ. അപ്പൊ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങളുടെ കുട്ടിനെ എന്താണ്? ദൗഹിത്രനാണ് കേട്ടോ. ആരാണ്? ദൗഹിത്രനാണ്. ഇനി ഇതൊക്കെ നമുക്ക് പുതിയ SSCRT-യിലുള്ള ഓരോ ക്ലാസ്സിലും നമുക്ക് എന്ത് ചെയ്യാം? ആ പദപരിചയങ്ങളൊക്കെ നമുക്ക് നോക്കി പോകാം. മാർക്ക് കിട്ടും കേട്ടോ. ധാരാളം മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും? സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് SSCRT-യിൽ നിന്നാണ് ചോദ്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ SSCRT-യിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ലെസണിലെയും പദപരിചയങ്ങൾ എടുത്തിട്ട് പഠിച്ചു ഓരോ ക്ലാസ്സിലും ഓരോ ലെസണിൽ പഠിച്ചു പോകാം കേട്ടോ. ഇതിപ്പോ ഒരു ലെസണിലുള്ള പദപരിചയങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ ഇതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ അടുത്ത ഒരു ലെസണിൽ പദപരിചയം പറഞ്ഞുതരാം കേട്ടോ. നോക്കിക്കേ, മാൺബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാൺബ് ഭംഗി അല്ലെ, അഴക്. നല്ല ഭംഗിനെ നമുക്ക് എന്ത് പറയാം? മാൺബ് എന്ന് പറയാം കേട്ടോ. മാൺബ് ഭംഗിയാണ്. മാൺബ് എന്താണ്? ഭംഗി. മാൺബ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല അഴകാണ് എന്നൊക്കെ പറയൂല്ലേ. അതിനെന്താ പറയാ? മാൺബ് എന്ന് പറഞ്ഞാൽ ഭംഗി, അഴക്. പാഴുറ്റ അല്ലെ, വ്യർത്ഥമായ അല്ലെ, പാഴുറ്റ, നിന്റെ പാഴ്ജന്മമാണ് എന്ന് പറയില്ലേ. അതായത് ഒരു ഉപകാരവും ഇല്ല എന്ന് പറയുന്നതാണ് അല്ലെ, വ്യർത്ഥമായ. ഓതിയില്ല, പറഞ്ഞില്ല അല്ലെ. നമ്മൾ പറയാല്ലേ, ആ ചെവിയിൽ പോയിട്ട് ഓതി കൊടുക്കുക അല്ലെ, അവന്റെ ചെവിയിൽ അല്ലെങ്കിൽ അവളുടെ ചെവിയിൽ പോയിട്ട് ഓതുന്ന കണ്ടില്ലേ എന്ന് പറയും അല്ലെ. എന്താണ്? പറയുകയാണ് അല്ലെ. അപ്പൊ ഓതുക എന്ന് പറഞ്ഞാൽ പറയുക എന്നാണ്. അപ്പൊ ഓതിയില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല. ആതങ്കം, ഇത് പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. അത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആതങ്കം ദുഃഖമാണ്. അവൾക്ക് ഭയങ്കര ദുഃഖമാണ് എന്ന് നമ്മൾ പറയാറില്ലെങ്കിൽ അവന് ഭയങ്കര ദുഃഖമാണ്. അല്ലെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? അവന് ഭയങ്കര അല്ലെ, നല്ലോണം ആതങ്കമുണ്ട് അല്ലെ, അവന് നല്ലോണം
ആതങ്കം ഉണ്ടല്ലേ, എനിക്ക് നല്ലോണം ആതങ്കമുണ്ട്, എനിക്ക് ദുഃഖമുണ്ട്, ദുഃഖം. പ്രസൂനം പ്രീവിയസ് ആണ്, പ്രസൂനം പൂവാണ്, പ്രസൂനം പൂവാണ്. അപ്പൊ ഇവിടെ ചോദിക്കാനുള്ളത് മാൺബ്, ഇതൊന്ന് നന്നായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ, ഞാൻ ടിക്ക് ചെയ്ത് തരാം കേട്ടോ. ആതങ്കം ദുഃഖമാണ്, പ്രസൂനം പൂവാണ്. ഇനി മേന്മേൽ, മേൽക്കുമേലെ, വീണ്ടും വീണ്ടും എന്ന അർത്ഥത്തിലാണ് മേന്മേൽ. ഓക്കെ. ഇനി തെറ്റെന്ന് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന്. തെറ്റെന്ന് പറയുമ്പോൾ തെറ്റിനെ അല്ല പറയുന്നത്, ശരിയോ തെറ്റിനെയോ അല്ല സൂചിപ്പിക്കുന്നത്, പെട്ടെന്ന് എന്ന് പറയുന്നതിനാണ് തെറ്റെന്ന് എന്ന് പറയുന്നത്. ബുദ്ധിഹീനൻ അല്ലെ, ബുദ്ധിയില്ലാത്തവനെയാണ് ബുദ്ധിഹീനൻ എന്ന് പറയുന്നത്. ചൊന്നത് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് എന്നാണ്, ചൊന്നത് എന്ന് പറഞ്ഞാൽ പറഞ്ഞത് എന്നാണ്. പാരി, പാരി പറയുമ്പോൾ നമുക്കറിയാം ഭൂമിയാണ് അല്ലെ, പാരിതിൽ ഭൂമിയിലാണ്. പൂതം എന്താണ്? ഇതൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. പൂതം എന്ന് പറഞ്ഞാൽ യക്ഷിയല്ല കേട്ടോ, യക്ഷിയല്ല. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ 3-4 ദിവസമൊക്കെ ക്ലാസ് ഇടാതിരുന്നത്, കഴിഞ്ഞ വീക്കില് ക്ലാസ് ഇടാതിരുന്നത് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന് വലിയ എനർജി ഒന്നും ഇല്ല, എങ്കിലും കുട്ടികളെ ക്ഷമിക്കണേ. നിങ്ങൾക്ക് വേണ്ട പോയിന്റ് ഞാൻ ഇവിടെ തരുന്നുണ്ട്, നിങ്ങൾ കേൾക്കുക, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. പൂതം എന്ന് പറഞ്ഞാൽ എന്താണ്? വെളുത്തതാണ് കേട്ടോ. നമുക്കറിയാം പൂതം, യക്ഷിയൊക്കെ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കില്ലേ, അപ്പൊ പൂതം വെളുത്തത്, വിശുദ്ധി ഉള്ളത്. ശ്രദ്ധിക്കണം. നന്ദനം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ പൂന്തോട്ടമാണ് നന്ദനം, സ്വർഗത്തിലെ പൂന്തോട്ടം നന്ദനം, സ്വർഗത്തിലെ പൂന്തോട്ടം നന്ദനം. മാല് ദുഃഖമാണ്, അപ്പൊ ആതങ്കം ദുഃഖമാണ്, മാല് ദുഃഖമാണ്. അപ്പൊ ദുഃഖത്തിന് നമ്മൾ എന്തൊക്കെയാണ് പര്യായ പദങ്ങൾ പഠിച്ചത്? ദുഃഖത്തിന് മാല് അല്ലെ, മാല് എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്, അതുപോലെ ആതങ്കം എന്ന് പറഞ്ഞാലും ദുഃഖമാണ്. മർത്യൻ മനുഷ്യനാണ് അല്ലെ, മർത്യൻ അല്ലെ, മർത്യൻ പറഞ്ഞാൽ മനുഷ്യനാണ്. സ്വീതം പഠിച്ചോടനെ, സ്വീതം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച, സമൃദ്ധമായ. ഇതൊക്കെ ചോദ്യങ്ങൾ വന്നാൽ എന്തായാലും കിട്ടില്ല, നന്നായിട്ട് ഇങ്ങനെ പദപരിചയങ്ങളൊക്കെ SSCRT പഠിച്ചവർക്ക് മാത്രമേ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. സ്വീതം വർദ്ധിച്ച, സമൃദ്ധമായ. സ്വീതം പഠിക്കാൻ ടിക്ക് ചെയ്തതിന് ഇമ്പോർട്ടന്റ് കൊടുക്കുക കേട്ടോ. സ്വീതം വർദ്ധിച്ച, സമൃദ്ധമായ. വായിക്കുക വർദ്ധിക്കുക, വായിക്കുക വർദ്ധിക്കുക, വർദ്ധിച്ച കണ്ട സ്വീതം, വായിക്കുക, ഇതൊക്കെ എന്താണ്? വർദ്ധിക്ക, സമൃദ്ധമായ എന്നാണ് അർത്ഥം. ഘ്രാണേന്ദ്രിയം മൂക്കാണ്, മണക്കുന്നതിനുള്ള ഇന്ദ്രിയമാണ് ഏത്? മൂക്ക് എന്ന് പറയുന്നത് അല്ലെ, അതിന് നമ്മൾ എന്ത് പറയും? ഘ്രാണേന്ദ്രിയം എന്ന് പറയും. അന്തികത്തിൽ എന്ന് പറഞ്ഞാൽ അടുക്കലാണ്, അന്തികത്തിൽ അടുക്കൽ. അന്നപൂർണേശ്വരി അത് സമൃദ്ധിയുടെയാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ടിക്ക് ചെയ്ത് ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേ. മാൺബ് എന്ന് പറഞ്ഞാൽ ഭംഗി, അഴക്. ഒന്ന് ടിക്ക് ചെയ്തത് ഒന്നും കൂടി നോക്കണേടാ. മാൺബ്, ഇതൊന്ന് നന്നായിട്ട് നോക്കണേ, ഇതൊന്ന് നോക്കണേ. മാൺബ് ഭംഗി, അഴക്. ആതങ്കം ദുഃഖം. പ്രസൂനം പൂവാണ്, പ്രസൂനം പൂവാണ്. പൂതം എന്ന് പറഞ്ഞാൽ വെളുത്തത്, വിശുദ്ധിയുള്ളത്. നന്ദനം സ്വർഗത്തിലെ പൂന്തോട്ടമാണ്. മാല് എന്ന് പറഞ്ഞാൽ ദുഃഖമാണ്. സ്വീതം, ശ്രദ്ധിക്കണം, സ്വീതം വർദ്ധിച്ച, സമൃദ്ധമായ എന്നാണ് അർത്ഥം. ഇനി ഇവിടെ അന്നപൂർണേശ്വരി എന്താ പറഞ്ഞ? സമൃദ്ധിയുടെ ദേവിയാണ് അല്ലെ. ഇനി പാണി, ഇതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. പാണി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയാണ് കേട്ടോ, നമ്മുടെ കൈന് നമുക്ക് എന്ത് പറയാം? പാണി എന്ന് പറയാം. ഇനി വേണി തലമുടിയാണ്, പ്രീവിയസ് ചോദ്യമാണ്, പ്രീവിയസ് ആണ്. പാണി കൈയാണെങ്കിൽ വേണി തലമുടിയാണ്. പാണി കയ്യ്, വേണി തലമുടി. വേണിക്ക് നിറയെ തലമുടി ഉണ്ട് കേട്ടോ, നമ്മുടെ അടുത്തുള്ള വേണിക്ക് എന്തുണ്ട്? നിറയെ തലമുടി ഉണ്ട് കേട്ടോ, വേണി തലമുടി. മൗലി ശിരസ്സാണ്, മൗലിയിൽ മയിൽപ്പീലി ചാർത്തി എന്ന് പറഞ്ഞിട്ട് പാട്ട് കേട്ടിട്ടില്ലേ? നന്ദനത്തിലെ മൗലിയിൽ മയിൽപ്പീലി ചാർത്തി, എന്താ? ശിരസിലാണ് കേട്ടോ, മൗലി ശിരസാണ്. ഭൂഷ അല്ലെ, ഭൂഷ എന്താ? അലങ്കാരമാണ് അല്ലെ, ഭൂഷ അലങ്കാരമാണ്. കല്യാണം പിന്നെ നമുക്കറിയാം മംഗളമാണ്. ധാമം പഠിച്ചു വെക്കണം, ഇരിപ്പിടമാണ്. ധാമം ഇരിപ്പിടമാണ്. മണ്ണ് ഭൂമിയാണ്. വിണ്ണ് ആകാശമാണ്. ടിക്ക് ചെയ്തതൊന്ന് നന്നായി പഠിക്കുക. പാണി കൈയാണെങ്കിൽ വേണി തലമുടിയാണ്. മൗലി, മൗലി ശിരസ്സാണ്. നമ്മൾ ശിരസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരമാണ്. മൗലി ശിരസ്സാണ്. ഭൂഷ അലങ്കാരമാണ്. ധാമം ഇരിപ്പിടമാണ്, ധാമം ഇരിപ്പിടമാണ്. മണ്ണ് ഭൂമിയാണ്. വിണ്ണ് ആകാശമാണ്. അടുത്തത് സ്വതേ മനുഷ്യർ സുന്ദരന്മാരാണ്, സുന്ദരികളുമാണ്. നമ്മൾ അറിയാം സുന്ദരികളും സുന്ദരന്മാരും ആരുടെ നോവലാണ്? ഉറൂബിന്റെ നോവലാണ് അല്ലെ. സുന്ദരികളും സുന്ദരന്മാരും ഉറൂബിന്റെ നോവലുകളാണ്. സ്വതേ മനുഷ്യർ സുന്ദരന്മാരാണ്, സുന്ദരികളുമാണ്. ഉറൂബിന്റേതാണ്, ഉറൂബിന്റെ ആണ് കേട്ടോ, ഉറൂബിന്റെ വരികളാണ്. ഒന്നല്ലേ നാമേ സഹോദരല്ലി പൂവേ, ഒന്നല്ല കൈഹരിച്ചത് നമ്മയെല്ലാം. ആരുടേതാണ്? കുമാരനാശാന്റേതാണ്. ഒന്നല്ലി നാമേ സഹോദരല്ലി പൂവേ, ഒന്നല്ല കൈഹരിച്ചത് നമ്മയെല്ലാം.
കുമാരനാശാന്റെ വരികളാണ്. നിന്നുടെ ജീവിതം മോശമെന്നില്ലേ ഞാൻ ചൊന്നതന്നോമന മാപ്പു നൽകൂ, ഉള്ളൂരിന്റെ വരികളാണ്. അപ്പൊ മൂന്നാളുടെ വരികളും ആ ലെസണിലുള്ളതാണ്, പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഒരു ലെസണിലുള്ള പദപരിചയവും കവിതകളും നമ്മൾ നോക്കി. സ്വതേ മനുഷ്യർ സുന്ദരമാണ്, സുന്ദരന്മാരും സുന്ദരികളുമാണ് ഉറൂബിന്റേതാണ്. ഒന്നല്ലി നാമീ സഹോദരല്ലി പൂവേ ഒന്നല്ല കൈഹരിച്ചതെന്ന അമ്മയെല്ലാം കുമാരനാശാന്റെ വരികളാണ്. നിന്നുടെ ജീവിതം മോശമെന്നല്ലി ഞാൻ ചൊന്നതെന്നോമന മനെ മാപ്പു നൽകൂ, ഉള്ളൂരിന്റെ വരികളാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ക്ലാസ്സുകൾ കൊണ്ടുപോകാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ താഴെ തീർച്ചയായിട്ടും കമന്റ് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുമ്പോഴാണ് ക്ലാസ്സുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാമിന്റെ ലിങ്ക് കൊടുക്കുക കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും ഹൃദയത്തിൽ നന്ദി. BFAക്ക് കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. കൂടെ പോന്ന് പഠിക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.